നമ്മുടെ ഹൗസ് റെനോവേഷൻ പ്ലാൻ ചെയ്ത് അന്ന് തൊട്ട് മനസ്സിലുള്ളതാണ് വീടിന്റെ മുമ്പ് ഒരു പോണ്ട് സെറ്റ് ചെയ്യണം എന്നുള്ളത്. എന്തായാലും പോണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു വാട്ടർ ഫൗണ്ടൻ ആയിക്കാൻ അങ്ങ് പ്ലാൻ ചെയ്തു. അങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ ചെറുതായിട്ടൊരു കുഴിയൊക്കെ കുത്തി ചെറുകെ അങ്ങ് പണി തുടങ്ങി. ആക്ച്വലി എനിക്കും എന്റെ ചേട്ടൻ ഈ മീൻ വളർത്തൽ ഭയങ്കര ക്രേസ് ഉള്ള ഒരു പരിപാടി. സത്യം പറഞ്ഞ ഈ മീനോടുള്ള ക്രേസ് തുടങ്ങിയ ഒരു കഥ കേട്ടോ. പണ്ട് വെക്കേഷൻ ടൈം അമ്മ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ തോട്ടിന്ന് മീനെ പിടിച്ചു തുടങ്ങിയ പരിപാടിയാണ്. തോട്ടിന്ന് മീനെ പിടിക്കും, കുപ്പിയിലിട്ട് വെക്കും, ഒരാഴ്ച കഴിയുമ്പോൾ അത് ചത്തുപോകും. തോട്ടി കിടന്ന് വളർന്ന മീനെ പിടിച്ച് കുപ്പിക്കകത്ത് ഇട്ടാൽ എത്ര ആയുസ് കിട്ടാൻ. പക്ഷെ അതൊക്കെ ഇപ്പൊ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓർമ്മകൾ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. അങ്ങനെ മീനോടുള്ള ഇഷ്ടം പതിയെ ഗപ്പിയിലോട്ട് മാറി. വീട്ടിൽ പണ്ട് ചെറിയ ഗപ്പിക്കുളങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആ ക്രേസ് മൂത്ത് ഇപ്പൊ വീട്ടിൽ വലിയൊരു കുളമുണ്ട്. ഇത് ഫുൾ ഉണ്ടാക്കിയത് ചേട്ടനാട്ടോ. ഇതിനകത്ത് എനിക്ക് വലിയ റോളൊന്നുമില്ല. ഇടയ്ക്ക് വരും, ഫോട്ടോ എടുക്കും, സ്റ്റോറി ഇടും, അത്രേ ഉള്ളായിരുന്നു. പിന്നെ ചേട്ടൻ ഇപ്പൊ നാട്ടിലില്ലാത്ത കാരണം ഈ കുളത്തിന്റെ പരിപാടി ഞാൻ അങ്ങ് ഏറ്റെടുത്തു. പിന്നെ ചേട്ടൻ നാട്ടിലില്ലെങ്കിലും അച്ഛൻ നാട്ടിലുണ്ട്. അത് കാരണം ഇടയ്ക്ക് അച്ഛൻ വന്ന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ കാണുന്ന കല്ലെല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. എല്ലാം പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഞാനൊരു ഓസ് വെച്ചിട്ടുണ്ട്. ഒരു വെള്ളച്ചാട്ടം മോഡൽ സെറ്റ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. എത്രത്തോളം വർക്കാവും അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഒരു ഒറ്റ ദിവസം കൊണ്ടെടുത്തല്ല കേട്ടോ. ഒരു മാസം എടുത്ത് മൊത്തത്തിൽ ഇതൊന്ന് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട്. ഷോപ്പിലെ തിരക്ക് കാരണം നമുക്ക് ഫ്രീ കിട്ടുന്ന ടൈമിൽ മാത്രമായിരുന്നു നമ്മൾ പോണ്ടിന്റെ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇതിനകത്തൂടെ വെള്ളം വരുമെന്നറിയാം. പൈപ്പിൽ നോസ് കണക്ട് ചെയ്ത് വെള്ളം ഒന്ന് വിട്ടു നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. മൊത്തം പണി കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുമെന്നാണ് ഒരു വിശ്വാസം. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം.